അങ്ങനെ തന്നെ മക്കളെ, കുറച്ചും കൂടി അമ്മ ഒന്ന് മസാജ് ആക്കിയേ. ലതേച്ചി, ലതേച്ചി. ആ, ഇത് റാണി മോളോ? കുറച്ച് സമയം ഒന്ന് കിടന്നതാ മോളെ. എന്താ മക്കളെ കുഞ്ഞിനെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്താ മോളെ വിശേഷം? അതൊന്നുമില്ല ചേച്ചി, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അച്ഛന് തീരെ സുഖമില്ലത്രേ, അതുകൊണ്ട് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് അവിടെ വരെ പോകാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിനെ കുറച്ച് സമയം ചേച്ചി ഒന്ന് നോക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ, അതാണ് വിഷയം. അതിനെന്താ മക്കളെ, ഞങ്ങൾ ഇവിടെ 3 പേരില്ലേ, പിന്നെന്താ നിങ്ങൾ നോക്കൂലേ കുഞ്ഞിനെ? ഇങ്ങോട്ട് അച്ചോട് മോനെ, ചക്കട് ശിശിര്. അതൊന്നും അറിയില്ല ചേച്ചി. അമ്മ പറഞ്ഞു അച്ഛന് തീരെ വയ്യ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് അവിടെ വരെ ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് ഞാൻ ഹോസ്പിറ്റലല്ലേ, കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് ആക്കിയതാ. ഓ, അതിനെന്താ, ഇവിടെ ലച്ചുണ്ട്, പാറുണ്ട്, അവർ നന്നായിട്ട് തന്നെ കുഞ്ഞിനെ നോക്കും. നീ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. നീ പോയിട്ട് വാ, അച്ഛൻ വയ്യാണ്ടൊക്കെ അല്ലേ, നീ ഒന്ന് പോയിട്ട് വാ. അത് കുഞ്ഞ് ഉറക്കം വന്നിട്ട് കരയുന്നതാ മക്കളെ, നിങ്ങൾ പേടിക്കണ്ടൊന്നും വേണ്ട കേട്ടോ. അത് കുറച്ച് സമയം ഒന്ന് താലോലിച്ചാൽ മതി, കുഞ്ഞു ഉറങ്ങിക്കോളും. ഞാൻ കുഞ്ഞുക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ചേച്ചി, ഞാൻ പോവാണ് കേട്ടോ. അച്ചോടാ ടീന മോളെ, ഇതാരാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ചേച്ചിയുടെ മുത്തമണിയാണ് വന്നിട്ടുള്ളത്. ചക്കടാ. പോടി അവിടുന്ന്. അത് കുഞ്ഞിന്റെ കാല് എന്റെ മേലുള്ളത്, അതുകൊണ്ടാണ് കുഞ്ഞ് ചവിട്ടുന്നത്. മക്കളെ, കുഞ്ഞെ നല്ലപോലെ നോക്കിക്കേ. എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. നിങ്ങൾ നോക്കണേ. പാറു, ഞാനൊന്നും നോക്കില്ല, നീ തന്നെ നോക്കിക്കോ. നോക്ക്, വന്നത് മുതൽ എന്നെ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞ്. അതെ അമ്മേ, നോക്കമ്മേ, എന്ത് സന്തോഷത്തിലാണ് മോനെ ചിരിക്കുന്നതെന്ന്. അമ്മേ, ഞങ്ങൾക്കൊരു ഡൗട്ടേ. അമ്മേ, ചെറുതിരിക്കുന്ന സമയത്ത് ഞങ്ങളും ഇങ്ങനെ തന്നെയാണോ അമ്മ ഉണ്ടായിരുന്നത്? അല്ല മക്കളെ, നിങ്ങൾ ചിരിക്കുമ്പോ ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. അമ്മേ പറയമ്മേ, ഞങ്ങളും ചെറുതായിരുന്നപ്പോൾ ഇതുപോലെ തന്നെയാണോ അമ്മ ഉണ്ടായിരുന്നത്? ഞങ്ങളെയും അമ്മ ഇതുപോലെ പൊക്കിക്കോണം താഴോട്ടിട്ടോണ്ടായിരുന്നു അമ്മേ. അതെ മക്കളെ, നിന്നെ 2 വയസ്സ് വരെ ഞങ്ങൾ താഴെ ഇറക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതറിയാം നിനക്ക്? തലയിൽ വെച്ചാൽ പേനിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിന്നെ നോക്കിയത്. നീ 2 വയസ്സ് വരെ നടന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നീ 9 വയസ്സാകുമ്പോൾ തന്നെ നടന്നിരുന്നു മക്കളെ. ചേച്ചി മൂത്തതല്ലേ, അതുകൊണ്ട് ചേച്ചിനെ താഴെ പോലും ഇറക്കി വെക്കാറുണ്ടായിരുന്നില്ല. നീ പിന്നെ അങ്ങനെയല്ലല്ലോ, രണ്ടാമത്തെ കുഞ്ഞല്ലേ, അതുകൊണ്ട് നീ 9 മാസം ആകുമ്പോൾ തന്നെ നടന്നിരുന്നു. എടി നോക്കടി, നിങ്ങൾ 8 മാസം ആകുമ്പോൾ തന്നെ അമ്മ താഴെ ഇറക്കിയിരുന്നത്രേ. എന്നെ 2 വയസ്സ് വരെ അമ്മ എടുത്തോണ്ട് നടന്നത്. അങ്ങനെയൊന്നുമല്ല മക്കളെ, അമ്മയ്ക്ക് ആദ്യത്തെ കൺമണി ചേച്ചിയായിരുന്നല്ലേ, അതുകൊണ്ട് ചേച്ചി ഉണ്ടാവുന്ന സമയത്ത് ആരുമില്ലല്ലോ നമുക്ക് വേറെ എടുക്കാനും ഇതാക്കാനൊന്നും. അതുകൊണ്ട് ചേച്ചിനെ മാത്രം എടുത്തോണ്ടിരുന്നതാ. പിന്നെ മക്കൾ വരുന്ന സമയത്തോ ചേച്ചിയുണ്ട് മക്കളുണ്ട്, 2 പേരെ കാര്യം നോക്കണ്ടേ അമ്മേ. അതുകൊണ്ട് മോള് 8 മാസം ആകുമ്പോൾ തന്നെ നടന്നത് പറഞ്ഞതാ അമ്മ. അങ്ങനെയല്ല മോളെ, മോക്ക് അമ്മയെക്കാളും ഇഷ്ടം ചേച്ചിയായിരുന്നു, അതറിയോ മോക്ക്? മോള് ചേച്ചിനെ അമ്മയെന്നാ വിളിച്ചോണ്ടിരുന്നത്. അമ്മ പിന്നെ എന്തൊക്കെ ചെയ്തിരുന്നു അമ്മ ഞാൻ ചെറുതിരിക്കുന്ന സമയത്ത്? നീ ആ സമയത്ത് അമ്മയുടെ സാരിത്തുമ്പ് പിടിച്ചോണ്ട് തന്നെയാ മക്കൾ നടന്നത്. അച്ഛനെങ്ങാനും പുറത്ത് പോകുന്ന സമയത്ത് ഞാനും വരുന്നച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോ നോക്കിയാലും കരച്ചിലോട് കരച്ചിലാ. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അമ്മ ഞാന്? നിങ്ങളിങ്ങനെ മാറി മാറി ചോദിച്ചാൽ എങ്ങനെയാ മക്കളെ? എനിക്ക് എല്ലാ കാര്യം ഓർമ്മ ഉണ്ടാവണമെന്നുണ്ടോ? ഇപ്പൊ അതൊക്കെ പണ്ട് നടന്ന കാര്യല്ലേ. അമ്മയ്ക്കാണെങ്കിൽ അതൊക്കെ മറന്നുപോയി മക്കളെ. അതെ മക്കളെ, അമ്മയോട് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാകുന്നത്? ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കും, അപ്പൊ ഓർമ്മ ഉണ്ടാകുന്ന സമയത്ത് അമ്മ പറഞ്ഞു തരാം കേട്ടോ. എടി, പിന്നെ അമ്മയോട് ചോദിക്കുന്നത് എന്തിനാ? അതല്ലേ അമ്മ പറഞ്ഞത് നിന്നെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അമ്മയ്ക്ക് ഓർമ്മയില്ലാന്ന്. ഇളയ മോളല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കാര്യം ഓർമ്മയില്ല. മക്കളെ ഒന്ന് അവിടെ മിണ്ടാതിരിക്കോ. ഇപ്പഴാ കുറച്ച് സമയം കുഞ്ഞൊന്ന് ഉറങ്ങിയത്, അപ്പൊ നിങ്ങൾ തുടങ്ങി നിങ്ങളെ പാട്ട്. ഓ ഇല്ല മക്കളെ, എവിടെ കിടക്കും മോനെ, എവിടെ കിടക്കേ? ഇതെന്താ പറ മുഖം കടന്നൊലിച്ചതുപോലെ ഇരിക്കുന്നത്? അതാണോ കാര്യം? കൊഞ്ചി വാർത്താത്തതാണോ കാര്യം? വാ, നിന്നെ ഞാൻ കൊഞ്ചി വളർത്തുന്ന അങ്ങോട്ട് വന്നേ. അമ്മയുടെ പൊന്നാര മോൾ ഇങ്ങോട്ട് വന്നേ. വാ, ഇങ്ങനെ
അമ്മ പ്ലീസ് അമ്മ എന്നെ ഇതുപോലെ ഒന്ന് കൊഞ്ചിക്കോ അമ്മ. പോടി അവിടുന്ന്. ഇവിടെ എടുത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോ 2 ദിവസം നടുവേദനയായിട്ട് എണീക്കാൻ പോലും പറ്റില്ല. പിന്നെ നിന്നെയും കൂടെ എടുത്താൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മേ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മ കുറെ ഞങ്ങൾ എടുത്തതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അമ്മ എടുക്കുന്നേ ഇതുപോലെ എറിയുന്നേ. എടി മതിയടി, ചുമ്മാ ഇരി. മതി മതി മതി. ലതേച്ചി ലതേച്ചി, വാ റാണി, അകത്തേക്ക് വാ. അയ്യോ ഇതെന്താ ഇവിടെ നടക്കുന്നത്? നോക്ക് റാണി, എന്റെ മക്കളെ കൊണ്ട് എനിക്ക് തന്നെ വയ്യ. ഇവരെന്നെ മുകളിലോട്ട് ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് കളിക്കുക. നല്ല മക്കളാ ചേച്ചി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 2 കുട്ടികളും അമ്മയെ പൊന്നു പോലെ നോക്കും. ചേച്ചി ഞാൻ മോളെയും കൊണ്ട് പോകുന്നേ, ചേട്ടൻ ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്. ഓക്കെ റാണി. പിന്നെ കുഞ്ഞ് കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കുഞ്ഞ് ഉറങ്ങി. ശരി മക്കളെ, നാളെ ആന്റി ഇപ്പൊ പോവാട്ടോ. ഞങ്ങൾ നോക്കാട്ടോ. മക്കളെ നിങ്ങൾ ഇവിടെ തന്നെ ഇരി. അമ്മ ചോറ് കൊണ്ടുവരുന്ന ചോറ് കഴിച്ചിട്ട് ഇവിടുന്ന് പോവാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മക്കളാ? ഇപ്പൊ നോക്കി എത്ര വളർന്നു. നോക്ക് അമ്മയോടൊക്കെ സംസാരിക്കുന്ന നോക്ക്, കണ്ടില്ലേ ഇപ്പൊ? സമയമൊക്കെ എത്ര വേഗത്തിലാ പോകുന്നത്. എന്റെ മക്കളാണെങ്കിൽ ഇപ്പൊ ജനിച്ചു വീണത് പോലെ തോന്നുന്നു എനിക്ക്. ഇപ്പൊ നോക്കിയേ, 2 പേരും എന്റെ അത്രയും വളർന്നു. മക്കളെ നിങ്ങൾ 2 പേരും എപ്പോഴും ഇതേപോലെ സന്തോഷത്തോടെ കഴിയണം കേട്ടോ. എന്തിനാ അമ്മേ അമ്മ ഇപ്പൊ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത്? ഞങ്ങളെയും കൂടി കരയിപ്പിക്കാൻ വേണ്ടിട്ട്. ശരി മക്കളെ, ഞാൻ ഒന്നും പറയുന്നില്ല. അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞതാ. അതേപോലെ തന്നെ ഈ ലോകത്തിലെ അമ്മയെ പോലെ ഒരു അമ്മയെ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല.